അങ്ങനെ 1920 കാലഘട്ടങ്ങളുടെ തുടക്കത്തിലായിട്ടാണ് വാക്യൂം ട്യൂബ് ഹിയറിംഗ് എയ്ഡ്സ് വരുന്നത്. പേര് പറയുന്ന പോലെ തന്നെ വാക്യൂം ട്യൂബുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ കറണ്ടിന്റെ ഫ്ലോയെ അവിടെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. കാർബൺ എറയിൽ കാർബൺ തരികളായിരുന്നു, പക്ഷെ ഇവിടെ വാക്യൂം ട്യൂബ് ആയിരുന്നു കറണ്ടിന്റെ ഫ്ലോയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. കാർബൺ തരികളെക്കാട്ടി ഈ വാക്യൂം ട്യൂബ്സിന് കറണ്ടിനെ കൺട്രോൾ ചെയ്യാൻ ശകലോടെ എഫിഷ്യന്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഏകദേശം 70 ഡെസിബൽ വരെയാണ് സൗണ്ടിന് ആംപ്ലിഫിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ വാക്യൂം ട്യൂബ് ഇറകളിലുള്ള ഹിയറിംഗ് എയ്ഡ്സിന് പറ്റിക്കൊണ്ടിരുന്നത്. കാർബൺ ഹിയറിംഗ് എയ്ഡ്സിന് ഏകദേശം 20 മുതൽ 30 ഡെസിബൽ വരെയായിരുന്നു, പക്ഷേ ഇവിടെ 70 ഡെസിബൽ വരെ സൗണ്ടിന് ആംപ്ലിഫിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വാക്യൂം ട്യൂബ് കാലഘട്ടങ്ങളിലെ ഹിയറിംഗ് എയ്ഡ്സിന് പറ്റുമായിരുന്നു. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ആ ഒരു ഹിയറിംഗ് എയ്ഡ്സിന്റെ വലിപ്പമായിരുന്നു. നമുക്കങ്ങനെ പോർട്ടബിൾ ആയിട്ട് കൊണ്ട് നടക്കാൻ പറ്റിയിരുന്ന ഒരു ഹിയറിംഗ് എയ്ഡ്സ് ആയിരുന്നില്ല. പക്ഷെ പതിയെ ഈ വാക്യൂം ട്യൂബ്സിന്റെ സൈസ് കുറച്ച് കൊണ്ടുവരാൻ പറ്റിയിരുന്നു. അങ്ങനെയാണ് നമ്മളെ ബോഡി ബോൺ ഹിയറിംഗ് എയ്ഡ്സ് പോക്കറ്റിലൊക്കെ ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റുന്ന ആ ഒരു സൈസ് വരേക്കും ഹിയറിംഗ് എയ്ഡ്സിനെ ചെറുതാക്കാൻ ആ ഒരു കാലഘട്ടങ്ങൾക്ക് കഴിഞ്ഞായിരുന്നു. അങ്ങനെ വീണ്ടും വാക്യൂം ട്യൂബ്സിന്റെ ഇതിനകത്ത് എന്തൊക്കെ കൊണ്ടുവരാൻ പറ്റും ഇങ്ങനെ നോക്കി കണ്ടുപിടിച്ചുകൊണ്ടാണ് ട്രാൻസിസ്റ്റർ എന്നൊരു ഐഡിയ വരുന്നത്, ട്രാൻസിസ്റ്റർ കണ്ടുപിടിക്കുന്നത്.